ജെ പീസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ കോവിഡ് കാലത്ത് ഞാനൊരു കൊച്ചു പൂന്തോട്ടവും ഒരു കൊച്ചു പച്ചക്കറിത്തോട്ടവും ഉണ്ടാക്കി. നമുക്കതൊക്കെ ഇന്ന് കണ്ടാലോ? നമ്മുടെ ഗാർഡനിലെ കുറച്ച് ചെടികളൊക്കെയാണ് ഇതൊക്കെ. ഇതിൻ്റെ പേരെന്താ പ്രശ്നം? ഇത് അഗ്രോനിമ. ഇതാണ് അഗ്രോനിമ. അഗ്രോനിമ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നും പല വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിലുള്ള അഗ്രോനിമയുടെ ഇതുണ്ട്. പിന്നെ ഇത് ക്രോട്ടൻ്റെ ഒരു മണിപ്ലാന്റ് പല ടൈപ്പുകളുണ്ട്. അഞ്ചാറ് വെറൈറ്റി ഉണ്ട്. ഡാർക്ക് പച്ച കളർ, ഡാർക്ക് പച്ച, മാർബിൾ അല്ലേ, മാർബിൾ ഗ്രീൻ, മാർബിൾ ഡിസൈൻ. ഇത് ലൈറ്റ് പച്ച, അതായത് തത്തപ്പച്ച കളർ, ഫ്ലോറസെന്റ് കളർ. ക്രോട്ടൺസ്, നമ്മുടെ ചേമ്പിൻ്റെ ഫാമിലിയിലെ കുറേ ഇനങ്ങൾ. ഇതൊക്കെ നല്ല ലാമിനേറ്റ് ചെയ്തത് പോലെ അതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം, നല്ലൊരു തിളക്കാണ്. ഇത് ഫെലോഡോൺഡ്രസ് നല്ല ഫ്ലോറസെന്റ് പച്ചയാണ്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഫ്ലോറസെന്റ് ഇത് തത്തപ്പച്ചൻ്റെ ഇലയുടെ കളറാണ് അടിപൊളി. അതും ഒരു ഡാർക്ക് ഗ്രീനുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നല്ല രസം ദൂരെന്ന് കാണാം. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്സ് ഇങ്ങനെ പ്ലാന്റൊക്കെ നമ്മുടെ ഭിത്തിയിലോട്ടൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ്. ഇതാ ഒട്ടിപ്പിടിച്ച് കണ്ടില്ലേ? ഇതാ പല കളറുകളൊക്കെ. ഇതെല്ലാം വെള്ളത്തിലാണ് വളരുന്നത്. വെള്ളത്തിലാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. ഇതെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരാഴ്ചയിൽ നിറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇത് മണ്ണിലെയല്ല വളരുന്നത്, വെള്ളത്തിൽ. ഇത് നല്ല മാർബിൾ ഡിസൈനാണ്. അതായത് ഫ്ലോറസെൻ്റ് ഗ്രീൻ. ഇതിങ്ങനെ കയറി പോകും. നമ്മളൊന്ന് വഴിയിരിച്ച് വിടുക ഇതിനെ. ഇങ്ങനെ പോവാണ്. ഫെലോഡോൺഡ്രസ്. പിന്നെ നമ്മുടെ അഗ്രോനിമ ലിപ്സ്റ്റിക്. അതെനിക്ക് തോന്നി ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കളറൊക്കെ ചുറ്റും ബോർഡറിൽ റെഡ് അല്ലേ, ലിപ്സ്റ്റിക് അഗ്രോനിമ. പിന്നെ ഇതിൻ്റെ പേരറിയില്ല, പക്ഷെ നല്ല ചെടിയാണ്, നല്ല വിഷം, നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ, നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് മഴ നനയരുത്. മഴ നനഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോകും. നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ള ഇങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട് മഴ വെള്ളം വീഴില്ല. നന്നായിട്ട് കിളിക്കുന്നുണ്ട്. നമ്മളിതാ ഇതുപോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനും പിന്നെ സാനിറ്റൈസറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ ഈ മരത്തിലൊക്കെ തെങ്ങിലൊക്കെ വളർന്ന് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു പീസായതിന് ഭയങ്കര. ഇതിൻ്റെ ഇല മാത്രം എടുത്ത് വെച്ചിരിക്കുക. വേര് കിളക്കാൻ നോക്കാം. വേര് കിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മരത്തിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇങ്ങനെ ഭയങ്കര വലുപ്പത്തിൽ വളരും. അതേസമയം വെള്ളത്തിൽ ഇങ്ങനെ ചെടി കുഞ്ഞ് പാത്രത്തിൽ, എല്ലാം വെള്ളത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമ്മൾ മാറി കൊടുക്കും. കുഞ്ഞു പാത്രത്തിൽ വെക്കുമ്പോൾ കുഞ്ഞ് ചെടിയായിട്ട് വരും. ഭിത്തിയിലോട്ട് ഇതെല്ലാം ഭിത്തി കയറി വരുവാണ്. കണ്ടാ, ഒത്തിരി കെയർ വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു മെച്ചം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക ഐറ്റമാണിത്. അതായത് ടെർട്ടൈൽ വൈൻ.
നമ്മൾ ഈ പൂന്തോട്ടം ഇതിന് ഒരു പേര് ഇട്ടിട്ടുണ്ട്, പച്ചപ്പാവാടക്കാരി. അതായത് നല്ലതേ കണ്ടില്ലേ, നല്ല നന്നായിട്ട് നീളം വെക്കും അല്ലേ പ്രശ്നം, 1 മീറ്ററോളം. ഏകദേശം 1 മീറ്ററോളം വരും. ഒത്തിരി ഇതിനൊട്ടും കെയർ വേണ്ട. അതായത് ഇതിൻ്റെ ഈ ഒരു പീസ് മതി നമുക്ക് ഒത്തിരി വളർത്താൻ നമുക്ക് എങ്ങനെ വേണേലും വെക്കാം, തിരിച്ചോ മറിച്ചോ എങ്ങനെ വെച്ചാലും കിടത്തുള്ളൂ. ഇതൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഏത് രീതിയിലിട്ടാലും അത് വളരും. 2-3 ദിവസം കൂടുമ്പോൾ ഇച്ചിരി വെള്ളവും പിന്നെ മാസത്തിലൊരിക്കൽ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വളർത്താൻ നല്ലൊരു ഗ്രീനറി എഫക്റ്റാണ്. നല്ല രസമാണ്. നല്ലൊരു ഹാങ്ങിങ് ഗാർഡന് പറ്റിയൊരു സംവിധാനമാണ് ടട്ടിൽ വൈൻ. ഇത് തന്നെ വേറൊരു മോഡലുണ്ട് നമ്മുടെ കയ്യിൽ. വേറൊരു മോഡൽ ഇതാണ്. അതായത് കേട്ടോ, ഒരു മുടിയന്മാരിരിക്കുന്ന പോലെ ഇരിക്കുന്നു. നമ്മളിതിന് മുടിയന്മാരെന്നായിട്ടിരിക്കുന്ന പേര്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ടട്ടിൽ വൈൻ 2 എണ്ണം ഉണ്ട്. ഒന്ന് പച്ചപ്പാവാടക്കാരി, ഒന്ന് മുടിയന്മാരും. പിന്നെ ഇതൊരു മുളച്ചെടിയാണ്. ഈ മുളച്ചെടിയിൽ നമ്മൾ താഴെ മുഴുവനും ചിരട്ടയാണ്. ഇത് ചിരട്ട കെട്ടി ഇതുപോലെ ടട്ടിൽ വെയിൻ നിറച്ചും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാ ഇത് ചിരട്ടയാണ് കണ്ടോ. ഇതാ ചിരട്ട ഇങ്ങനെ ഓരോ ബ്രാഞ്ചസിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഒരു നല്ല ചെടിയാണ് ഇത്. എപ്പോഴും ഉണ്ടാവും പൂവ്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്. ഇതിൻ്റെ കുറേ ടേബിൾ റോസ് വെച്ചതാണ്. മഴക്കാലം ആയതുകൊണ്ട് പൂ കുറവാണ്, മറ്റേ നിറച്ചും പൂവായിരുന്നു. നല്ലൊരു മാർബിൾ ഡിസൈൻ തന്നെ. ഇത് മാർബിൾ ഡിസൈൻ തന്നെ മണി പ്ലാന്റ്. ഇതൊരു മാംഗോസ്റ്റിനാണ്. അതായത് കുറേ നാളായി വെച്ചിട്ട് ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല, ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിത് ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്രയോജനമായി. കാര്യം എന്താ, കുറേ ചെടികളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. കുപ്പി കുറേ കുപ്പികളുണ്ട്. കുറേ ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ തൂക്കി ചെടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മരത്തിലാണേലും മുഴുവനും ഇങ്ങനെ ചെടികളാണ്. ഇങ്ങനെ ഇതെല്ലാം ചുമ്മാ ഓരോ ബോട്ടിലിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു മണി പ്ലാന്റ്, നല്ലൊരു വെറൈറ്റി മണി പ്ലാന്റ്. ഇത് ഒത്തിരി ഉണ്ടാകില്ല ഈ മണി പ്ലാന്റ്, പക്ഷെ നല്ല അതിൻ്റെ ഇലകൾക്കെല്ലാം ഒരു കട്ടിയുണ്ട്. പക്ഷെ നല്ല രസമാണ് ഇതിൻ്റെ. നല്ല വൈറ്റ് ആൻഡ് ഗ്രീനിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ. ചെരവനാക്കുകൾ, അതായത് കണ്ണാടി ചെടി എന്ന് പറയും. ചെരവനാക്കല്ലേ, കണ്ണാടി ചെടി. നല്ലൊരു ഡിസൈൻ, ഡാർക്ക് കളർ ഡിസൈൻ. ഇത് കണ്ടോ, ഇതൊരു മുളങ്കമ്പാണേ. അതിലോട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിനും ചിരട്ടയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു സെറ്റ്. അതെ അതെ, ഇത് നമ്മൾ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡനിൽ. ഇതും കുറച്ച് ബോട്ടിൽസൊക്കെയാണ്. ബോട്ടിലെല്ലാം 2-3 ബോട്ടിലൊക്കെ കൂട്ടി യോജിപ്പിച്ച് കുറേ ചെടികളൊക്കെ വെച്ചതാണ്. ഇതൊരു വേസ്റ്റ്
കമ്പികളൊക്കെ അപ്പുറത്തിരുന്നാണ്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതൊരു ഓർക്കിഡാണ്. അപ്പോൾ ഇതിൻ്റെ പൂ ഇതേ വരുന്നുണ്ട്. ഇത് പൂ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും നിൽക്കും. നല്ല രസമാണ് കാണാൻ. ഡാൻസിങ് ഗേളെന്നോ അങ്ങനെ എങ്ങാണ്ടാണ് ഈ ഒരു പൂവിന് പറയുന്നത്. ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും കണ്ടാൽ. നല്ല മഞ്ഞ കളറിൽ പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ നല്ല ഭംഗിയാണ് ഇതിനകത്ത് പൂ കാണാൻ. അതായിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ ഇത് ആന്തൂറിയം. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ണാടി ചെടിയാണ്. ലക്കി ബാമ്പു. ഇത് ലക്കി ബാമ്പു. ലക്കി ബാമ്പു ഇൻഡോർ ആകുമ്പോൾ വളരെ കുഞ്ഞായിട്ടൊക്കെ വളരും. പക്ഷേ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ട്. അതെ അതെ. അത് ആ സൺലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഫ്ലൂറസെൻറ്റ് കളറൊക്കെ വരുന്ന നല്ലൊരു രസമാണ് അതിന്. ഫ്ലൂറസെൻറ്റ് കളർ. കണ്ണാടിച്ചെടിയുടെ വേറൊരു അതെ വെറൈറ്റിയാണ് ഇതൊക്കെ. നല്ല രസമാണ് ഇത് കാണാൻ. കണ്ടോ, നല്ല വേറൊരു വെറൈറ്റി ഇതായിരിക്കും. ഇതാണ്ട് കൊങ്ങിണിപ്പൂവ്. ഇതൊരു നല്ല ചെടിയാണ്. ഇതിനകത്ത് നല്ല രസം. ഇതിനകത്ത് പൂ കാണാൻ വയലറ്റ് കളറ്. ഇപ്പം കുറേ പൂവുണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും എല്ലാം എല്ലായിടത്തും മുട്ടിട്ടിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല കളർഫുൾ, നല്ല രസമാണ് ഈ ചെടി കാണാൻ. ഇഷ്ടംപോലെ ടേബിൾ റോസ് ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് പൂവൊക്കെ ഇപ്പോൾ ഇടുന്നത് കുറവാണ്. പല കളറും ഉണ്ട്, ഇഷ്ടംപോലെ കളർ വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പം കുറച്ചേ ഉള്ളൂ പൂക്കൾ ഉണ്ടാകുന്നത്. ടെറ്റൽ വൈൻ പല രീതിയിൽ നമുക്ക് ചട്ടിയിൽ വെക്കാം. ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, ചട്ടിയിൽ ഇങ്ങനെ വെക്കാം. പല രീതിയിലത് സ്ലാബ്സിനിടയിൽ ഇങ്ങനെ ലോൺ പോലെ വെക്കാം. ലോൺ പോലെ വെക്കാം. പക്ഷെ നമ്മൾ നടപ്പാതയിൽ വെക്കല്ലേ, അത് ചവിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. അല്ലാണ്ട് നമുക്ക് വേറെ എവിടെ വേണേലും സൈഡിലൊക്കെ നന്നായിട്ട് വെക്കാം. നല്ല രസമായിരിക്കും, നല്ല പച്ച കളറിൽ നല്ല ഗ്രീനറി ആയിരിക്കും. ടേബിൾ റോസ് ഒക്കെ കുറേ ഇങ്ങനെ നട്ടിട്ടുണ്ട്. സീസണാണ്, മഴ മാറുമ്പോഴേ നിറയെ ഫ്ലവറിങ് ആവും. ഫ്ലവർ ഉണ്ടാവും. ഇതുപോലൊരു സംഭവത്തിൽ നിറച്ച് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. കിളുത്ത് വരുന്നതേ ഉള്ളൂ. നിറച്ചും കിളുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നിറയെ ഉണ്ടാകും. ഇതിനെ നമ്മളിങ്ങനെ വെട്ടിയൊക്കെ നിർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു പൂന്തോട്ടത്തിലെ കുറേ ചെടികൾ. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.